നമസ്കാരം. മാരായമുട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ വായനാ മാസ സമാപന യോഗവും വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള സർവകലാശാല മലയാള വിഭാഗം പ്രൊഫസറും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ M.A. സിദ്ദിഖ് സാറിന് മാരായമുട്ടം ഗവൺമെന്റ് സ്കൂളിന്റെ സ്നേഹാദരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട സാറിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കൂട്ടുകാരുടെയും അക്ഷര സ്നേഹം അറിയിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, സദസ്സിലുള്ള എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാരായമുട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന്. അതായത് നമ്മുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ എല്ലാം മികച്ച രീതിയിൽ നിൽക്കുന്നൊരു സ്കൂളാണ് നമ്മുടെ. കൊച്ചു കൂട്ടുകാരി ഉത്തര അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ പോലുള്ള വ്യക്തിത്വങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ നമുക്ക് ഒരു ഭാഗ്യമാണ് കിട്ടുക. അപ്പം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തി ഇവിടെ വന്ന അദ്ദേഹത്തിനെ ഞാൻ അത്യധികം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി നമ്മുടെ മാരായമുട്ടം സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ സുരേഷ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അപ്പം സജീവകുമാർ സാറുണ്ട്, സാറിനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇനി ഉദ്ഘാടനമായിട്ട് ചെയ്യാനെത്തിയിരിക്കുന്ന M.A. സിദ്ദിഖ് സാർ, അതുപോലെ വേദിക്കുട്ടി സാറ്, നന്ദിനി ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, നമ്മുടെ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട കാക്കണം സുരേഷ് സാർ, ബഹുമാനപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ അധ്യക്ഷ പ്രിയപ്പെട്ട ഷെസി ടീച്ചർ എന്നെ സ്വാഗതം ചെയ്യുകയും വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ എന്നെപ്പറ്റി പറയുകയും സ്നേഹത്തോടുകൂടി ആ വർത്തമാനത്തിനിടയിൽ എന്നെ തിരിഞ്ഞു നോക്കി എന്നെ വിളിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഉത്തര സുരേഷ്. പോയിക്കൂടായിരുന്നു, എന്താ ഞാൻ പോവാത്തെ? എനിക്ക് ആ അപ്പൂപ്പനെ തന്നെ കണ്ടാൽ പോരെ, ഞാൻ എന്താ പോവാത്തെ? എന്നും വഴി പോകാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ കരിങ്കുളത്ത് പോകാൻ എളുപ്പം, ഇവിടെ അടുത്ത ബസ് കയറി പോയാൽ മതി. എന്നിട്ട് ഞാൻ അന്തോണിയപ്പനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഞാൻ ആ വോയിസ് ക്ലിപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ ടാബിൽ. അന്തോണിയപ്പൻ വർത്തമാനം പറഞ്ഞു വരുമ്പോൾ എന്നോടൊരു ദിവസം ചോദിച്ചു, സാറേ, നിങ്ങൾ കർത്താവിനെ കണ്ടിട്ടുണ്ടോ? ഒരു പ്രചോദനം വേണം. എന്താണ് ഇൻസ്പിറേഷൻ എന്ന ചോദ്യത്തിന് പായൽ സിംഗ് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? ഒരു പുസ്തകമാണ് സാർ എൻ്റെ ഇൻസ്പിറേഷൻ. ആ പുസ്തകം ഞാൻ ലൈബ്രറിയിൽ നിന്നാണ് വായിച്ചത് സാർ. ആ പുസ്തകം എഴുതിയത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് സാർ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഇന്ത്യ എന്ന പേര് വരുന്ന ഒരു പുസ്തകമാണ് സാർ എൻ്റെ പ്രചോദനം. ഏതാ പുസ്തകം എന്ന് പറയാമോ? ആരാണ് പ്രധാനമന്ത്രി എന്ന് പറയാമോ? ജവഹർലാൽ നെഹ്റു, നമ്മുടെ ചാച്ചാജി. ആ ചാച്ചാജിയുടെ ഏത് പുസ്തകമായിരിക്കും പായൽ സിംഗിനെ പ്രചോദിപ്പിച്ചത്? ഇന്ത്യ എന്ന് പേരുള്ള പുസ്തകം, പേരിൽ ഇന്ത്യ ഉള്ള പുസ്തകം. ദ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകമാണോ? അല്ല, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഒരുമിച്ച് പറഞ്ഞേ. ആ പുസ്തകത്തിൽ ചാച്ചാജി എന്നതാ കാണുന്നതെന്നറിയാമോ? ഒരു വായി നോക്കി, എത്ര സമയമായിട്ട് കാണും, ഒരു വായി നോക്കി ഒരുത്തൻ സ്കൂളിൽ പോവാതെ ഒരു തൊപ്പിയും വെച്ചിട്ട് റോഡ് സൈഡിൽ നിന്ന് തെറി വിളിക്കുക. അവന്റെ പേര് തൊപ്പി. നമ്മൾ കണ്ടോണ്ടിരിക്കും.
നമ്മുടെ അമ്മയുടെയും അച്ഛന്റെയും സ്ഥാനത്ത് നിൽക്കുന്ന മാഷുമാര് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കേൾക്കാത്ത നമ്മൾ തൊപ്പി പറയുന്നത് കേട്ടോണ്ടിരിക്കും. ഇന്ന തലമുറ ഭൂമിയെ ആകാശത്തെ അറിവുകൊണ്ട് പുതുക്കിപ്പണിയാൻ ജനിച്ചവർ മാതാപിതാക്കളെയും അധ്യാപകരെയും ബഹുമാനിക്കുന്നതിൽ ഒരു കുറവും കാണിക്കാത്തവർ ഉത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തിയതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിങ്ങളെന്താ കൈയടിക്കാതെ? എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കണം. നമ്മുടെ ഐശ്വര്യ ചേച്ചിക്ക് നമ്മുടെ സ്കൂളിൽ പഠിച്ച് 1ാം റാങ്ക് നേടി മലയാളം ഭാഗത്തിൽ. നല്ലൊരു കൈയടി. അധ്യക്ഷൻ, ഈ സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീ കാക്കണം സുരേഷ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വായനാ ദിനത്തിൻ്റെ സമാപനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കാൻ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മനോഹര നിമിഷം ധന്യമാക്കി തീർത്തിയ നമുക്ക് അഭിമാനിക്കാവുന്ന കേരള സർവകലാശാലയുടെ മലയാള വിഭാഗം പ്രൊഫസർ ശ്രീ ഡോക്ടർ MA സിദ്ദീഖ് സർ, നമ്മുടെ ഈ സ്കൂളിനെ മികവിൻ്റെ കേന്ദ്രമായി ജില്ലയുടെ തന്നെ സംസ്ഥാനത്തിൻ്റെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തി അതിൻ്റെ മികവ് ഒന്നിനൊന്നിന് മാറ്റിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രഥമ അധ്യാപിക ശ്രീമതി ഷിസി ടീച്ചർ. നമ്മുടെ സ്കൂളിൽ ധാരാളം മത്സരങ്ങൾ നടത്തിയിരുന്നു. ആ മത്സരങ്ങളുടെ ഫലമാണ് ഇവിടെ അറിയിക്കുന്നത്. വായനാ ദിനത്തിൽ ഹരിചന്ദന RLA ഫസ്റ്റ്, കാർത്തിക് LA RA സെക്കൻഡ്, അഭിഷേക് BS ALB സെക്കൻഡ്. കവിത രചന അമലു കൃഷ്ണ ALB ഫസ്റ്റ്, അൽമ ആർബിനു ALB സെക്കൻഡ്. വായനാ പതിപ്പ് തയ്യാറാക്കൽ ലിദിയ S വിനു ALB ഫസ്റ്റ്, കാർത്തിക് LA RA സെക്കൻഡ്. ബഷീർ ദിന കാർട്ടൂൺ രചനാ മത്സരം ആനി PS 5C ഫസ്റ്റ്, അമിത് മോഹൻ 5C സെക്കൻഡ്. അമ്മ വായന കുറിപ്പ് തയ്യാറാക്കൽ മത്സരം ആരോൺ 6th D ഫസ്റ്റ്, കാർത്തിക് LA 6th A സെക്കൻഡ്. അടുത്തതായി HS വിഭാഗത്തിന്റെ മത്സര ഫലങ്ങളാണ്. വായനാ ദിന ക്യൂസ് ആതിര JS 9B ഫസ്റ്റ്, ഐശ്വര്യ ലക്ഷ്മി 9B സെക്കൻഡ്. കവിത രചന പാർവതി S 8C ഫസ്റ്റ്, ഏഞ്ചൽ B പ്രിൻസ് 9C സെക്കൻഡ്. ചിത്രരചന സഞ്ജീവ് കൃഷ്ണ 8C ഫസ്റ്റ്, ആദിത്യ PS 8C സെക്കൻഡ്. ബഷീർ ദിന ക്യൂസ് ഐശ്വര്യ ലക്ഷ്മി 9B ഫസ്റ്റ്, ഉത്തര സുമേഷ് 8B സെക്കൻഡ്. കാർട്ടൂൺ രചനാ മത്സരം ഐശ്വര്യ ലക്ഷ്മി 9B ഫസ്റ്റ്, അക്ഷയ DJ 9B സെക്കൻഡ്. ടീച്ചർ, നന്ദിനി ടീച്ചർ, നമ്മുടെ എല്ലാ അഭിമാനമായ ഐശ്വര്യ, പ്രിയ സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, സ്നേഹമുള്ള അധ്യക്ഷൻ, ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ MA സിദ്ദീഖ് സാർ, സ്കൂളിലെ ഹെഡ് മിസ്റ്റേഴ്സ്, ബഹുമാന്യരായ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷിതാക്കളെ, ചില സംഭവങ്ങൾ യാദൃച്ഛികമാണ്.
പഠിപ്പിക്കില്ല എന്നുള്ള കാര്യം തെളിയിച്ചിരിക്കുകയാണ്. ഇത്രയും ഇങ്ങനെ അസ്വസ്ഥരായിട്ടുള്ള കുട്ടികളെ കയ്യിലെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം തന്നെയാണ്. വളരെ എൻ്റെ പേര് ഹർഷ. ഞാൻ ഈ സ്കൂളിലെ ലിങ്കിഗായി IT ക്ലബിന്റെ ഒരു അംഗമാണ്. ചേർന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഒരു IT കൂട്ടായ്മയാണ്. ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് എല്ലാ സ്കൂളുകളിലും IT ക്ലബ്ബ് നടത്തുന്നുണ്ട്. IT മേഖലയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുവാനും അവരുടെ കഴിവുകളെ പ്രചോദിപ്പിക്കാനും വേണ്ടിയാണ് ഈ ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. ആനിമേഷൻ, പ്രോഗ്രാമിംഗ്, മൊബൈൽ ആപ്പ് മേക്കിംഗ്, മലയാളം ടൈപ്പിംഗ്, റോബോട്ട് നിർമ്മാണം എന്നിവയിൽ പ്രധാനമായി ഞങ്ങൾക്ക് ക്ലാസ് നൽകുന്നു. എൻ്റെ വ്യക്തിത്വ വികസനത്തിന് ലിങ്കിഗായി ഒരു പ്രധാന ഭാഗമാണ്. സയൻസിലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ സയൻസ് ക്ലബ്ബിൽ ചേർന്നത്. സയൻസ് ക്ലബ്ബിൽ ചേർന്നത് കൊണ്ട് എനിക്ക് സയൻസിൻ്റെ മായാലോകം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. स्थान दिया गया है। हिंदी क्लब छात्रों को हिंदी भाषा में दक्षता हासिल करने के लिए और रुचि बढ़ाने के लिए नियमित अभ्यास कराता है. മാനവ ജീവിതത്തിന്റെ അനുഭവം കൂടിയാണ്. നാടോടികളായിരുന്ന മനുഷ്യർ മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വരെ വളർന്ന മനുഷ്യന്റെ യഥാർത്ഥ സാമൂഹിക ജീവിതമാണ്. വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത സമൂഹങ്ങൾ വളർന്നു വികസിച്ചു. അവരുടെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ വളർച്ചയുടെയും പ്രതിസന്ധികളുടെയും അതിജീവനത്തിന്റെയും അനുഭവമാണ് സാമൂഹിക. Esteemed guests and dear friends, it's my great pleasure to stand here today to congratulate and celebrate the grand inauguration of our brand new. ആവശ്യമുള്ളതെല്ലാം നൽകുന്ന പ്രകൃതിയെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും പ്രാധാന്യത്തെയും പറ്റി കുട്ടികൾക്ക് അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകളിൽ എക്കോ ക്ലബ്ബുകൾ. Today on the inauguration for English Club, a platform created to celebrate and strengthen the command of one of the most powerful languages in the world, English. Today's world is more connected than ever, whether it is academics, business, travel or technology. ഇന്ന് നമുക്ക് ഈ വായന മത്സരങ്ങളുടെ എല്ലാം ഫലപ്രഖ്യാപനവും കുട്ടികൾക്ക് സമ്മാനവും അതുപോലെ ഇതിനൊരു വായനയുടെ കൺക്ലൂഷൻ അല്ല, നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു സമാപനത്തിനെന്നോണം നമുക്കിന്ന് കിട്ടിയ നമ്മുടെ വിശിഷ്ടാതിഥി നമ്മുടെ സിദ്ദിഖ് സാറിനെ നമ്മുടെ ഈ കുഞ്ഞു സ്കൂളിൽ നമ്മുടെ ഈ കുഞ്ഞു മക്കളുടെ മുന്നിൽ സാർ എത്തി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അത്ഭുതം തന്നെയാണ്.